പുരോഗമന ശക്തികളെന്ന് നാം കരുതിയവർ ഇന്ന് പ്രതിലോമ ശക്തികൾക്ക് ചൂട്ടുപിടിക്കുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. ഇതും ഒരൊറ്റപ്പെട്ട സംഭവം ഞാൻ കരുതുന്നു. ഏത് തരത്തിലുള്ള ഭരണകൂടം വന്നിരുന്നിരുന്നാലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുമെന്നുള്ളതിന് തെളിവാണ് ഇതിനു മുമ്പ് നടന്ന മുത്തങ്ങ സമരവും ഇപ്പോൾ നടക്കുന്ന വർക്കലയിലെ അതിക്രമങ്ങൾ. സാമൂഹ്യക്രമത്തിൽ, സാമൂഹ്യ വ്യവസ്ഥയിൽ വലിയ മാറ്റം കൂടാതെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മാത്രമേ ഈ കക്ഷികൾ ആഗ്രഹിക്കുന്നുള്ളൂ. ആ സാഹചര്യം മാറണം. അതിനുവേണ്ടിയുള്ള ഒരു പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ വളരെ മിതമായ ആവശ്യങ്ങളാണ്. നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ആവശ്യങ്ങൾ മാത്രമാണ്. വർക്കലയിൽ അതിക്രമങ്ങൾ കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഈ ഭരണകൂടങ്ങൾ തന്നെ ഉണ്ടാക്കിയ നിയമപ്രകാരം നടപടിയെടുക്കണമെന്നാണ് നാം ആവശ്യപ്പെടുന്നത്. വർക്കലയിൽ ഒരു കൊലപാതകം നടന്നു. അതിനെക്കുറിച്ച് പല ദുരൂഹതകളും സൃഷ്ടിക്കുവാൻ ബോധപൂർവം പോലീസ്, സംസ്ഥാന പോലീസ്, ലോക്കൽ പോലീസ് ശ്രമിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ കേസിന്റെ അന്വേഷണം CBIയെ ഏൽപ്പിക്കണം എന്ന് നാം ആവശ്യപ്പെടുന്നു. അവിടെ നടന്ന അതിക്രമങ്ങളുടെ ഫലമായി ദുരിതമനുഭവിക്കുന്നവരുടെ പുനരധിവാസവും അവർക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകണം എന്നതുമാണ് നാം മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റൊരാവശ്യം. ഇതൊന്നും ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് നിഷേധിക്കാനാവുന്ന ആവശ്യങ്ങളല്ല. അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കൂട്ടസത്യാഗ്രഹം നടത്തേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഉള്ളടക്കം എത്ര പരിമിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഈ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ പല പ്രതിബന്ധങ്ങളും നാം നേരിടേണ്ടി വരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള അതിക്രമങ്ങൾ ഇതിനെ സഹായിക്കുന്നവർക്ക് നേരിടേണ്ടി വരും. അതിനേക്കാൾ ഏറെ പ്രകോപനങ്ങളുണ്ടാവും. പലതരത്തിലുള്ള ഇപ്പോൾ നടക്കുന്ന അക്രമങ്ങളും യഥാർത്ഥത്തിൽ പ്രകോപനങ്ങളാണ്. ദലിതരെയും ആദിവാസികളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമായി മാറിയിരിക്കുകയാണ് വർക്കലയിൽ നടന്ന കൊലപാതകത്തിന്റെ സത്യം എന്ത്, ഈ കൊലപാതകം നടത്തിയത് ആര്, എന്തിനു വേണ്ടി എന്ന വസ്തുത വെളിപ്പെടുക, ഈ സത്യം പുറത്തു വരിക എന്നത് വർക്കലയിലെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ദലിത് ആദിവാസി ജനസമൂഹത്തിന്റെയും സാമൂഹികവും സാംസ്കാരികവുമായ നിലനിൽപ്പിന്റെയും അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് പറയുമ്പോൾ ഈ വർക്കലയിൽ നടന്ന കൊലപാതകത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ വളരെയേറെ വിവാദമായി തീർന്ന മറ്റൊരു കൊലപാതകം നടക്കുകയുണ്ടായി. നമുക്കറിയാം, മുത്തൂറ്റ് കുടുംബത്തിലെ ഒരു അംഗം കൊലയിൽ ആരോപണ വിധേയരായി DHRM എന്ന സംഘടനയുടെ പ്രവർത്തകർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ മുത്തൂറ്റ് കുടുംബാംഗത്തിന്റെ കാര്യത്തിൽ കാണിച്ച ജാഗ്രതയും ശുഷ്കാന്തിയും ഭരണകൂടത്തോടും പോലീസിനോടുമുള്ള അവിശ്വാസ മനോഭാവം എന്തുകൊണ്ട് ഈ കൊലപാതകത്തിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും കാണിക്കുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമായി തീർന്നിരിക്കുകയാണ്. ഇത് ആദ്യത്തെ കൊലപാതകം ഒരു സമ്പന്നനാണ്, രണ്ടാമത്തെ കൊലപാതകം അത്രത്തോളം സമ്പന്നനാണ് അല്ല എന്നത് മാത്രമല്ല, ഈ രണ്ടാമത്തെ ദുരൂഹമായ കൊലപാതകത്തിൽ പ്രതികളാക്കപ്പെട്ടവർ മുഴുവൻ ദലിത് വിഭാഗങ്ങളിൽപ്പെടുന്നവരാണ്. അവർ DHR ആകട്ടെ, ഏത് സംഘടനയിൽപ്പെടുന്നവരാകട്ടെ, ഏത് സംഘടനയിൽ അംഗങ്ങളും നേതാക്കളുമായിരുന്നാലും ഈ വർക്കലയിലെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ മനുഷ്യർ മുഴുവൻ, ആണുങ്ങളായാലും സ്ത്രീകളായാലും, അവർ കേരളത്തിലെ ദലിത് ജാതി സമുദായങ്ങളിൽപ്പെടുന്നവരാണ് എന്ന യാഥാർത്ഥ്യം, എന്ന വളരെ പച്ചയായ യാഥാർത്ഥ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കേരളത്തിലെ ദലിതർ ഇന്നും കേരളത്തിലെ ഈ ദലിതർക്ക് മുകളിൽ വരെയുള്ള സമൂഹങ്ങളുടെ
മാനസികമായ മെന്റൽ കോളനികളിലാണ്. ഞാൻ ഭൗതികമായ അർത്ഥത്തിലല്ല ചേരി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. കേരളീയ സമൂഹത്തിന്റെ ചേരികളിലാണ്, മാനസികമായ ചേരികളിൽ അധിവസിക്കുന്നവരായതുകൊണ്ടാണ് ഈ സമൂഹത്തിനെതിരെ ആരോപിക്കപ്പെട്ട ഒരു കുറ്റത്തെക്കുറിച്ച് രണ്ടാമതൊന്ന് ചിന്തിക്കുവാനോ അതിനെക്കുറിച്ച് ഭരണകൂടവും പോലീസും നൽകുന്ന വിവരങ്ങളിൽ, അതിനെ സംബന്ധിച്ച് അവർ നൽകുന്ന ഈ വിവരണങ്ങളിൽ സത്യവും അസത്യവും കലർന്നിട്ടുണ്ടോ എന്ന് പോലും ചിന്തിക്കാൻ മാധ്യമങ്ങളെ പ്രേരിപ്പിക്കാത്തത്, അങ്ങനെ ഒരു പരിഗണന, അങ്ങനെ ഒരു കാരുണ്യം അർഹിക്കാത്ത ഒരു ജനവിഭാഗമായി കേരളത്തിലെ ദളിതരും ആദിവാസികളും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് കേരളത്തിലെ ജനാധിപത്യ ബോധത്തിന്, ജനാധിപത്യ സമൂഹത്തിന് ഒട്ടും അഭിമാനിക്കാൻ കൊള്ളാത്ത ഒരവസ്ഥയിലാണ് കേരളത്തിലെ ദളിതർ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള എന്തോ ഒരു കൊള്ളരായ്മ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു, നമ്മുടെ ഭരണത്തിൽ നിലനിൽക്കുന്നു, നമ്മുടെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ കാര്യത്തിൽ തന്നെ ഒരു പോരായ്മ, വലിയ പോരായ്മ നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ്. തളർന്ന വർഗത്തിന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആക്രമണത്തിന് വിധേയരായിക്കൊണ്ട് ഒറ്റപ്പെട്ടുപോയ പുരുഷന്മാരെല്ലാവരും ജയിലിലും ഒളിവിലും പോയ പ്രത്യേക സാഹചര്യത്തിൽ ശക്തമായി നിന്നുകൊണ്ട് സ്ത്രീകൾ മുന്നേറ്റത്തിലേക്ക് കടന്നു വന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഏത് സ്ഥലത്ത് നോക്കിയാലും ദളിതരായാലും ആദിവാസികളായാലും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലായാലും അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത്രമാത്രം അതിക്രമങ്ങളാണ് സ്ത്രീകൾക്ക് നേരെ നടക്കുന്നത്. കഥകൊക്കെ കുത്തി തുറന്ന് ആ വീട്ടിലുള്ള അരിയും അതും ഇതുമൊക്കെ എല്ലാം വാരി എറിഞ്ഞ് തുണികളൊക്കെ വാരിയിട്ട് ചവിട്ടി തേച്ച് നമ്മളെ യജമാനം പോലെ കാണുന്ന ആ ബാബയുടെ പടവും മേലെ എടുത്തിട്ട് ചവിട്ടി തേച്ചതിന് ശേഷം അവിടെ അവര് നോക്കിയിട്ട് എണ്ണ, അവിടെ ഒരു കുടത്തിനകത്ത് എണ്ണ ഉണ്ടായിരുന്നു, ആ എണ്ണ വരെ അവരെടുത്ത് ചരിച്ച് കളഞ്ഞ്. ഈ സംഭവ പരമ്പരകൾക്ക് ഒരു വലിയ മാനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കേരള സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സാമൂഹികമായി കഴിഞ്ഞ നൂറ്റാണ്ടിൽ നാം ഭരിച്ച നേട്ടങ്ങളൊക്കെ ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുന്ന ഒരാളാണ്.